മാസം നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? അതും നിങ്ങൾക്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾ ഇതിൽ എന്താ ഡിഗ്രി വേണ്ട, ഒരു കാര്യങ്ങളും വേണ്ട, എന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുമോ? അത്രേ തീർച്ചയായിട്ടും മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് വിത്ത് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിക്കോട്ടെ, മാക്സിമം അഭിപ്രായങ്ങൾ ഒരു ഈ വീഡിയോയിലേക്ക് വരും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പൈസ കൊടുത്താൽ മാത്രമാണ് പല പ്ലാറ്റ്ഫോമുകളും ഇല്ലെങ്കിൽ പല എക്സ്പേർട്സും പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പം മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാൻ നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ക്ലൗഡ് AI, അതേപോലെ തന്നെ ഗംറോഡ്, അതേപോലെ തന്നെ ഹിൻസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. ആൾറെഡി തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ കഴിഞ്ഞ വർഷമൊക്കെ എയർ ഡ്രോപ്പ്, അതേപോലെ തന്നെ ഈ ഒരു ടെസ്റ്റ് നെറ്റ്, ആ ഒരു രീതിയിൽ നോഡ് റണ്ണിങ്, അങ്ങനെയുള്ള എയർ ഡ്രോപ്പ് വഴി നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതേ ഇത് ഈ വർഷത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ വളരെയധികം വാല്യൂ അല്ലെങ്കിൽ വളരെയധികം പ്രോഫിറ്റ് ഒക്കെ കമ്മിയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ കൂടുതൽ പ്രൊജക്റ്റും സ്കാം ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ റീസെന്റ് കുറച്ച് നല്ല നല്ല പ്രൊജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ആ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് ജോയിൻ ആവുക. അപ്പൊ ഇന്ന് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമുകൾ നമുക്കിപ്പോൾ നിങ്ങളുടെ സ്കില്ല് വേണോ? ഇതിന് സ്കില്ലൊന്നും തീർച്ചയായിട്ടും വേണ്ട. നിങ്ങൾക്ക് കഴിവുണ്ടോ? കഴിവേ വേണ്ട എന്നുള്ളൊരു കാര്യം പോലെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തിരി വായിക്കാനും എഴുതാനും എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു വീഡിയോ ലോങ് വീഡിയോ ആയിരിക്കും, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങൾ ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യേണ്ട. നമുക്ക് ഇവിടെ സ്മാർട്ട് വർക്ക് മതി. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ റാൻഡം ആയിട്ട് ഒരു പ്രൊഡക്റ്റ് എടുത്ത് സെല്ല് ചെയ്യണം, നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് സെല്ല് ചെയ്യാൻ, നിങ്ങൾ പ്രൊമോഷൻ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടണം, പ്രൊമോഷൻ ചെയ്യാൻ കാശ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആൾറെഡി തന്നെ ഈ ഒരു മാർക്കറ്റിൽ കിടക്കുന്ന ഈ പ്രൂവൺ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ആ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളെങ്ങനെ ആ പ്രൊഡക്റ്റിലേക്ക് അഡാപ്റ്റ് ആവുന്നു, ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു രീതിയിലൊക്കെ സ്മാർട്ട് വർക്ക് ഉപയോഗിച്ച്, അതിനാണ് ഈ ഒരു AI അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ നിങ്ങളുടെ ജോബൊക്കെ AI കൊണ്ടുപോകുന്നല്ല. നമ്മൾ AI-നെക്കാളും ആരായി AI ഒക്കെ ഉണ്ടാക്കിയത്? മനുഷ്യന്മാർ തന്നെയാണ് കോഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ആ AI-നെക്കാളും നമുക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഒരിക്കലും AI എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ്, ഈ ഒരു ജോബ് ഒന്നും റീപ്ലേസ്മെന്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിൽ ക്ലൗഡ് AI പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്ലൗഡ് AI നമുക്ക് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാനൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. ആൾറെഡി നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് കുറെ ബുക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ആൾറെഡി ഞാനൊരു ആമസോണിന്റെ KPI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കൂടുതലായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്കും അത് അറിയണല്ലോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ബുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരോ പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗംറോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം. അപ്പൊ ഈ ഒരു ബുക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിവ് വേണോ? നിങ്ങൾ ഇതിലൊക്കെ ഭയങ്കര പ്രൊഫഷണലിസം ആയിട്ടുള്ള ആളാണോ? അങ്ങനെയൊന്നുമില്ല. ഈ ക്ലൗഡ് AI അതേപോലെ തന്നെ ഹിൻസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സമ്പാദിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏൺ ചെയ്യേണ്ടത് ഡോളേഴ്സിലാണ് അല്ലെങ്കിൽ അതർ കൺട്രി കറൻസിയിലാണ്. അപ്പൊ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതർ കൺട്രിയിൽ വിൽക്കാനുള്ള പ്ലാറ്റ്ഫോമുകളിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബുക്കും അതേപോലെ തന്നെ ഈ ഒരു PDF ഫയൽസും ഇല്ലെങ്കിൽ എന്താണ് ആൾക്കാർക്ക് നീഡ്. ആൾറെഡി ആൾക്കാർ ഇതൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇതില്ലെങ്കിൽ ഏറ്റവും മാക്സിമം ഇതൊക്കെയാണ് സെയിൽസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട്, അതും പൈസ ഒന്നും കൊടുക്കാതെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഗംറോഡ് ഇല്ലെങ്കിൽ അതർ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് തന്നെ കുറച്ച് സ്മാർട്ട് വർക്ക് ഉപയോഗിച്ചു ഇല്ലെങ്കിൽ പ്രൊമോഷൻ ഐഡിയ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ പൈസ ഒന്നും കൊടുക്കണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിലാണോ ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാനിവിടെ ക്ലൗഡ് AI എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ക്ലൗഡ് AI എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിച്ചിട്ടുള്ള ChatGPT ആയിക്കോട്ടെ, ജെമിനി ആയിക്കോട്ടെ, അങ്ങനെയുള്ള AI അസിസ്റ്റൻസ് ഒക്കെ ഇല്ലേ. അപ്പൊ ഇത്തിരി കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ കോഡിംഗ്, മെഡിക്കൽ കോഡിംഗ് എന്നല്ല, കോഡിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു AI അസിസ്റ്റൻ്റ് ആണ് ഈ ഒരു ക്ലൗഡ് AI എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി ആരെ കൊണ്ട് വിൽപ്പിച്ചിട്ട്, ഇല്ലെങ്കിൽ എൻ്റെ സ്വയം ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കി അത് വിൽക്കാൻ പറയുന്നതാണോ ഏറ്റവും നല്ല കാര്യം? അതോ ആൾറെഡി തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നതും ഒരുപാട് ഈ ഒരു സെയിൽസ് പ്രൂവൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതിനൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആഡ് ലൈബ്രറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആൾറെഡി തന്നെ ഇതിൽ കുറേ ആക്റ്റീവ് ആയിട്ടുള്ള
ആഡ്സ് കിടക്കുന്നുണ്ടാവും, ഒരുപാട് ആൾക്കാർ ഒരു പ്രൊഡക്റ്റുകൾ ഇവർ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെയ്ഡ് കൊളാബുകൾ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫേസ്ബുക്ക് ആഡ് ലൈബ്രറിയിൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്ട്രാറ്റജികൾ കിട്ടും. അപ്പോൾ തൊട്ട് താഴോട്ട് വരിക, തൊട്ട് താഴോട്ട് വന്നെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ഇന്ത്യയിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല പൈസ കിട്ടും? തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻകം ഇന്ത്യയിൽ നിന്ന് കിട്ടില്ല. നമ്മൾ അതർ കൺട്രീസ് എടുത്താലാണ് അവിടെയുള്ള ഡോളർ ടു ഇന്ത്യൻ മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വരുമാനമൊക്കെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇന്ത്യ മാറ്റുകയാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഒരു ജർമ്മനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി കൊടുക്കുകയാണ്. അപ്പോൾ ജർമ്മനി എന്ന് കൊടുത്തപ്പോൾ ആ ഒരു കൺട്രി കൊടുക്കുകയാണ്. അപ്പോൾ ജർമ്മനി എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ആഡ് കാറ്റഗറി. അപ്പോൾ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള PDF ജനറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് എങ്ങനെയാണ് പൈസ കൊടുത്ത് ഇല്ലെങ്കിൽ പൈസ കൊടുക്കാതെ ഒരു ഡേ മാത്രം ഫ്രീ ട്രയൽ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള PDF ജനറേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടി, ഇപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നവർക്കും ഈസി ആവണമല്ലോ, ഞാനൊരു PDF ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PDF ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് തരുന്നത്. ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പോലെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു PDF ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് എല്ലാ സ്റ്റെപ്പും പ്രോംപ്റ്റും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ മാത്രം മതി നിങ്ങൾക്ക് എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു PDF നിങ്ങൾ കണ്ടുപിടിച്ച് റീബിൽഡ് ചെയ്യാൻ ഏറ്റവും സുഖമായിട്ട് അല്ലെങ്കിൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നേരെ വീണ്ടും ഈ ഒരു ക്ലൗഡ് AIയിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫേസ്ബുക്ക് ആഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു PDF തൊട്ട് താഴെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു കീവേഡ്സ് ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ PDF പ്ലാനർ എന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഇത് വായിച്ചാൽ മാത്രമാണ്. അപ്പോൾ ക്ഷമയും ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയവും ഒക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് വേണം ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ നേരെ ഇവിടെ കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരെ ആൾ കാറ്റഗറി നേരെ ചൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡിജിറ്റൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൾറെഡി തന്നെ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ആഡ്സ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തിട്ട് ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി റീസെൻ്റ്ലി വന്നിട്ടുള്ള ആഡുകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏതൊക്കെയാണ് സെയിൽസ് ആയത്, ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളത്, ഇതിൻ്റെ ഡേറ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോരോ ബുക്ക്, അതേപോലെ തന്നെ ഫ്രീ ഡൗൺലോഡ് ആണെങ്കിൽ ഫ്രീ ഡൗൺലോഡ്, അതേപോലെ തന്നെ പൈസ കൊടുക്കേണ്ടതാണെങ്കിൽ പൈസ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് ബുക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് ആ ഒരു ബുക്കാണ് നമ്മൾ ഈ ഒരു ക്ലൗഡ് AI ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, റീബിൽഡ് ചെയ്യാൻ പോകുന്നു. ആ ഒരു റീബിൽഡ് ചെയ്യേണ്ട പ്രോംപ്റ്റും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം എളുപ്പമായിട്ട് എവിടെ നിന്നാണ് ചെയ്യുക, ഈ ഓരോ കാര്യങ്ങൾ എടുത്ത് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമാവും. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുകയാണ്. ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തു. ആ ഒരു ടോപ്പിക്ക് ഞാൻ ഈ ഒരു ബുക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബുക്കാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഒരുപാട് അവിടെ ഈ ഒരു ജർമ്മനിയിലൊക്കെ ആൾക്കാരും ഡോക്ടേഴ്സും വാങ്ങുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് റൂം ലീഡർഷിപ്പ് ആൻഡ് പെർസ്പെക്റ്റീവ് പിരിയോപേരേറ്റീവ് പ്രാക്ടീസ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഒരു ബുക്കിന് അവർ ചാർജ് ചെയ്യുന്നത് 2900 രൂപയാണ് ഇന്ത്യൻ മണിയിൽ. അപ്പോൾ ഈ ഒരു ബുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു പൈസ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വെബ്സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റ് അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ഈ ഒരു ക്ലൗഡ് AI ഉപയോഗിച്ച് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ നേരെ ഇവിടെ ക്ലൗഡ് AIയിലാണ്. അപ്പോൾ ഈ ഒരു ക്ലൗഡ് AIയിൽ വന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ വീണ്ടും അപ്ഗ്രേഡ് ഇല്ലെങ്കിൽ വീണ്ടും കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരണം. ഇതൊരു കോഡിംഗ് ബേസ് AI കാരണം ഇതിൽ ഇമേജ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇമേജിൻ്റെ ആയിട്ടുള്ള നല്ല അപ്ഗ്രേഡഡ് വേർഷൻ കൊണ്ടുവരുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ ഹിങ്സ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ക്ലൗഡ് AI ആയിട്ട് ലിങ്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് MCP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അത് തൊട്ട് താഴോട്ട് വരിക. അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് കിട്ടുന്നുണ്ടാവും. നേരെ ക്ലൗഡ് AIയിലേക്ക് വരിക. ക്ലൗഡ് AIയിലേക്ക് വന്നിട്ട് ഇവിടെ ഈ ഒരു ഓപ്പൺ സൈഡ് ബാറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു കസ്റ്റം ലിങ്ക് മാത്രമാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ ഇവിടെ കണക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ നേരെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു ഇതൊരു ക്ലൗഡ് AI ഇപ്പോൾ ChatGPTക്കും പ്രീമിയം ഉണ്ട്, ജെമിനിക്കും പ്രീമിയം ഉണ്ട്, അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റില്ലേ. അതേപോലെ തന്നെ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹിങ്സ് ഫീൽഡിനും നമുക്ക് അപ്ഗ്രേഡ് കുറേ കാലം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാൻ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ കാണിക്കും. അപ്പോൾ മാക്സിമം ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആഡ് കസ്റ്റം
കണക്ടർ എന്നുകൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തില്ല ഈ ലിങ്ക് നേരെ അവിടെ നിന്ന് ഇവിടെ കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും, എന്താണ് ഇതിൽ നമുക്ക് എല്ലാം അലോ ചെയ്യണോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു അലോ ചെയ്യണമെങ്കിൽ ഹിൻസ്ഫീൽഡ് ക്ലിക്ക് ചെയ്താൽ അലോ ആൾവേസ് എന്നുകൊണ്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഈ ഒരു ക്ലൗഡ് AI നിങ്ങളോട് ചോദിക്കും, ഹിൻസ്ഫീൽഡ് ആയിട്ട് ഞാൻ ഇത് കണക്ട് ചെയ്തിട്ട് ഇമേജ് ഉണ്ടാക്കണോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ആൾവേസ് അലോ കൊടുക്കണം എന്നുള്ളൊരു കാര്യം. എന്നിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി ക്ലോസ് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞില്ലേ, തൊട്ട് താഴോട്ട് വരിക. ഞാനിവിടെ ടോപ്പിക്കും ചൂസ് ചെയ്തു. അപ്പോൾ ചൂസ് ചെയ്ത ശേഷം തൊട്ട് താഴോട്ട് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് പ്രോംപ്റ്റ് കിട്ടും. അനലൈസ് ദ പ്രോഡക്റ്റ് and create a better version. I am going to give you a competitive digital product landing page. Your job to analyze it, help to build a better unique version. അപ്പോൾ ആൾറെഡി ഉള്ള ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു യൂണിക് വേർഷൻ ആയിട്ടുള്ള വീണ്ടും നല്ലൊരു പേജ് ആക്കി അല്ലെങ്കിൽ നല്ലൊരു PDF ആക്കി ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരെ ഇതിൻ്റെ ഒരു ആൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ തരിക എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരെ ഇവിടെ ചാറ്റിലേക്ക് വന്നിട്ട് ആൾറെഡി ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിൽ ഓപ്പൺ ചെയ്തു. ഞാനപ്പോൾ അവൻ്റെ അതേ ഫസ്റ്റ് പ്രോംപ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തില്ലേ, അതിൻ്റെ ലിങ്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇതിപ്പോൾ പൈസൻ്റെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ലിങ്ക് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് മതി. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രോംപ്റ്റിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഹിയർ ഈസ് ദ URL. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ URL എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടോട്ടലായിട്ടുള്ള ഈ ഒരു പ്രോംപ്റ്റ് തൊട്ട് താഴെ വരെയുള്ള ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൊണ്ട് ഇതുവരെ ഈ ഒരു പ്രോംപ്റ്റ് 2 എന്ന് കണ്ടില്ലേ, അപ്പോൾ ഇതുവരെ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അങ്ങനെ പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനം നമുക്ക് തൊട്ട് താഴെ തന്നെ വരും. അപ്പോൾ പ്രൊഡക്റ്റ് നെയിം നമ്മൾ പുതിയതായിട്ട് റീബിൽഡ് ചെയ്ത് വന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ആർക്കൊക്കെയാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളൊരു കാര്യം വന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. അതേപോലെ തന്നെ പുതിയൊരു പ്രൊഡക്റ്റ് യൂണിക് ആയിട്ടുള്ള വേർഷനും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു പുതിയ പേര് കിട്ടി, ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടി, അങ്ങനെയുള്ള ചാപ്റ്റർ വൈസ് കിട്ടി. അങ്ങനെ ഓരോ പ്രോംപ്റ്റും നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതേ ഇത് തന്നെ ഞാൻ സെക്കൻഡ് പ്രോംപ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, ഇതിനൊരു ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ഒരു PDF ഉണ്ടാക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ടാക്കണം. ഒരാൾ പൈസ കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഡീറ്റെയിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ടേബിൾ കണ്ടന്റ് പോലെ നമുക്ക് എന്താണ് എനിക്കിവിടെ ഓപ്പൺ ആയിട്ട് കിട്ടി. അത് ഹിൻസ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉള്ള കാരണം വീണ്ടും നല്ല അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് വർക്ക് പ്ലേ ബുക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ലീഡേഴ്സും അതിൻ്റെ പാർട്ട് 1 ചാപ്റ്റർ പാർട്ട് 2 അതേപോലെയുള്ള എല്ലാ പ്രോംപ്റ്റും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ പേസ്റ്റ് ചെയ്താൽ മതി. പാർട്ട് 4 തൊട്ട് ഒരു ചാപ്റ്റർ ഫുൾ എനിക്ക് എന്ത് ചെയ്തു ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് തൊട്ട് താഴെയുള്ളതിന് ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യണ്ടേ, അങ്ങനെയുള്ള ഫുള്ള് കണ്ടൻറ്റും പേരും എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പ്രോംപ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നെയിമും അതേപോലെ തന്നെ പുതിയ യൂണിക്കായിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ടാർഗറ്റ് ഓഡിയൻസും കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഇത് പേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടലായിട്ടുള്ള ഒരു PDF ജനറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്ത മൂന്നാമത്തെ പ്രോംപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓരോ ചാപ്റ്റർ ആയിട്ട് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന പ്രോംപ്റ്റ് കിട്ടുന്ന ഈ ഒരു പേരും അതേപോലെ തന്നെ സെക്കൻഡ് കിട്ടുന്ന പ്രോംപ്റ്റിൽ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കിട്ടും, സബ് പോയിന്റ്സ് കിട്ടും, മെയിൻ ടേക്ക് വേ എന്താണെന്നുള്ള കാര്യങ്ങൾ കിട്ടും. അതും ഇവിടെ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ജനറേറ്റ് ചെയ്യുക. അങ്ങനെ ജനറേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു PDF ഫയൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ജനറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിൽ വിഷ്വലി കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതിൻ്റെ പ്രോംപ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജനറേറ്റ് കവർ പേജ് വരെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തൊട്ട് താഴോട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ കവർ പേജ് ഞാൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ തൊട്ട് താഴോട്ട് വന്നിട്ട് ഹിൻസ്ഫീൽഡും അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കവർ പേജും ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തിട്ട് നിങ്ങളിതൊരു ടോട്ടലി ഒരു PDF ആയിട്ട് ജനറേറ്റ് ചെയ്യുക. അങ്ങനെ ജനറേറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മാക്സിമം എൻ്റെ പ്രോംപ്റ്റ് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് അവിടെ കിട്ടുക എന്ന് മനസ്സിലാക്കുക. ആ ഒരു പ്രോംപ്റ്റ് പല ആൾക്കാരും ഇല്ലെങ്കിൽ ഒരു കോഴ്സ് പോലെ ആക്കിയിട്ട് പൈസയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ ഹൈലി ആയിട്ടുള്ള നല്ല ജെന്യൂൻലി ആയിട്ടുള്ള ആക്റ്റീവായിട്ട് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു PDF ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. രണ്ടാമത്തെ നിങ്ങൾക്ക് ഇതൊക്കെ മടിയാണ് ചെയ്യാൻ. അപ്പോൾ അതിന് ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഈ ഒരു വേറൊരു വെബ്സൈറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. AI ബുക്ക് കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ്. നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഫസ്റ്റ് ട്രയൽ ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു PDF ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു പേര് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒന്ന് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഫുള്ളി ഒന്നും കാണിച്ചു തരുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമാവും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. AI ബുക്ക് കോർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. അപ്പോൾ എൻ്റെ
കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ആൾറെഡി ഞാൻ ചൂസ് ചെയ്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ ചൂസ് ചെയ്ത പ്രൊഡക്റ്റിൽ ഞാൻ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടീച്ചിങ് ഇ ബുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ടീച്ചിങ് വേണോ, ഫണ്ണി വേണോ, ഫോർമൽ വേണോ, ബോൾഡ് വേണോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് എന്താണ് ചൂസ് ചെയ്യാനുള്ള അവരുടെ എല്ലാ ഓപ്ഷനും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ഇവിടെ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, തൊട്ട് താഴോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മീഡിയം എല്ലാ കാര്യങ്ങളും, എന്ത് കളറാണ് ചൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ബ്രാൻഡ് നെയിം എന്താണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ലോഗോ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ ഡീറ്റെയിലും ഫില്ല് ചെയ്തിട്ട് വേണം ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് പേജ് കിട്ടും. അതേപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ളതും ഇതിൻ്റെ സെല്ല് ചെയ്യാനുള്ളതും പബ്ലിഷ് ചെയ്യാനുള്ളതും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ആൾറെഡി ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടിയില്ലേ, ഈ ഒരു പേജ് ജനറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതേപോലെയുള്ള ഒരു പേജ് തന്നെ ജനറേറ്റ് ചെയ്ത് ഈ ഒരു AI ബുക്ക് കോർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇത് എവിടെയാണ് കൊണ്ട് വിൽക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതൊന്ന് ജനറേറ്റ് ആവട്ടെ, അത് കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഇത് എവിടെയാണ് വിൽക്കേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗംറോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം നമുക്കിവിടെ വിൽക്കാൻ പറ്റും. ആൾറെഡി ഫസ്റ്റ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ട്രെയിലായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിൽക്കാം, അതല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ടാണ് ഇവിടെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇ ബുക്കാണ് വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിങ് മാത്രമാണ്, ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളും ആ ഒരു പ്രോംപ്റ്റൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ട്, ഇല്ലെങ്കിൽ അതില്ലാതെ നിങ്ങൾക്ക് അത്രയൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് AI ബുക്ക് കോർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ആദ്യത്തെ ഫ്രീ ട്രയൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇതിനൊരു പേര് കൊടുക്കണം. ആ ഒരു പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ആൾറെഡി നിങ്ങൾ ബുക്ക് ജനറേറ്റ് ചെയ്തതിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. പേര് കൊടുത്തിട്ട് തൊട്ട് താഴോട്ട് വരിക. ഇതിൻ്റെ പ്രൈസ് വാല്യൂ ഇത് അവിടെ കിടക്കുന്നുണ്ടാവും, എത്ര പ്രൈസിലാണ് നിങ്ങൾ വിൽക്കാൻ പോകുന്നത് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നേരെ തൊട്ട് മേലോട്ട് വരിക. മേലോട്ട് വന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലും അങ്ങനെയുള്ള കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനും എല്ലാം നമുക്ക് എവിടെ നിന്നുണ്ടാവും, ആൾറെഡി തന്നെ നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് AI ക്ലൗഡിൽ. ആ ജനറേറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴോട്ട് വരിക. അതിൻ്റെ ഏത് URL ആണ്, ആൾറെഡി അവിടെ നിന്ന് ഒരു പേജ് നമ്മൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ AI ബുക്ക് കോർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ രീതിയിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള URL നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കവർ പേജ് നമ്മൾ ആൾറെഡി ഈ ഒരു ക്ലൗഡ് AI വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തംബ്നെയിൽ ഇമേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഫോ സമ്മറി എല്ലാം ഈ ഒരു ക്ലൗഡ് AI വെച്ച് നമുക്ക് മാക്സിമം നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു വേർഷൻ, അതേപോലെ തന്നെ ഇത് ഏതൊരു രീതിയിലാണ് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ അടുത്ത ഓപ്ഷനിൽ ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. ആ കണ്ടന്റും നമുക്ക് എന്താണ് ഇത് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്റ്റ്, അതേപോലെ തന്നെ ഈ ഒരു ബോട്ടനസ് റെസിപ്റ്റ്, ഇതിന് എത്രത്തോളം ഡോളറാണ്, എപ്പോൾ തൊട്ട് പബ്ലിഷ് ചെയ്യുന്നു, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ഓരോരോ ആൾക്കാർക്ക് ഇവിടെ തന്നെ ആൾക്കാർ വാങ്ങും. ആ ഒരു വാങ്ങുന്നതിനായിരിക്കും നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുക. അതല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു AI ബുക്ക് കോറിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ, ഇപ്പോൾ ആൾറെഡി ഇപ്പോൾ എന്താണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നു. ഇൻട്രൊഡക്ഷൻ തൊട്ട് എന്ത് ഈസിയാണ് നോക്ക്. ഇങ്ങനെയൊക്കെ ഒരു പേജ് ഉണ്ടാക്കി കിട്ടാൻ നമ്മൾ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്കിവിടെ വേണ്ട, ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്ത് AI ബുക്ക് കോർ നമുക്ക് കിട്ടി. അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഫ്രീ ആയിട്ടും ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ട്രയൽ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ട്രയലും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ഞാൻ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ എത്രയൊക്കെയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പൈസ കൊടുത്തിട്ട് ആൾക്കാർ സെല്ല് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ തൊട്ട് താഴോട്ട് വന്നാൽ എല്ലാ പേജും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ സ്കെയിൽസ് കിറ്റ് ആൻഡ് എക്സ്പോർട്ട് എന്നുള്ളൊരു കാര്യം ഞാനിത് സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, സെയിൽസ് ആൻഡ് ഇതിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഇതിൻ്റെ പേജും കവർ പേജൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് അവർ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യേണ്ട ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് പേജ്, പ്രൊഡക്റ്റ് പ്രിവ്യൂ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കിറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്താണ് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അതേപോലെ തന്നെ ഇമെയിൽ കൊടുക്കാം. എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ഇതിൽ അവർ പറഞ്ഞിട്ടുണ്ട്, യു ആർ ഓൺ ദ ഫ്രീ ട്രയൽ പീരീഡ്, PDF ഡൗൺലോഡ് ആൻഡ് സെയിൽസ് പേജ് ബി ലോക്ക്ഡ്. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ അത് പൈസ കൊടുത്താലാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ പബ്ലിഷ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. നമ്മുടെ ലിങ്ക് പബ്ലിക് പേജിൻ്റെ എങ്ങനെയുള്ളൊരു പേജ്, ഇങ്ങനെ ഇപ്പോൾ ഒരു പേജ് ഉണ്ടെങ്കിൽ ആ ഒരു പേജിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടെ നിന്ന് ജനറേറ്റ് ആയിട്ട് കിട്ടി. ഈ ഒരു പേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആ ഒരു പേജ് ഷെയർ ചെയ്തിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വാങ്ങാൻ പറ്റും. ആൾറെഡി തന്നെ ഇവിടെ ഈസി ആയിട്ട് അവർ തന്നെ കവർ പേജൊക്കെ ഉണ്ടാക്കി തരും. നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ
ഒരു ബുക്ക് കോർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ക്ലൗഡ് എയിലേക്ക് വരിക. ക്ലൗഡ് എയിലേക്ക് വന്നിട്ട് എൻ്റെ പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇമേജൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും ഉണ്ടാക്കാനും പറ്റും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇതിൽ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളിതൊരു പ്ലാറ്റ്ഫോമിൽ വിൽക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പൈസയാണ് ഇങ്ങനെയുള്ളതിൽ നിന്ന് കിട്ടുക. അപ്പോൾ സ്മാർട്ട് വർക്ക് ഇപ്പം നമ്മൾ ഈസി ആയിട്ട് പറയുകയാണ്, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരും കേരളത്തിലുള്ള ആൾക്കാരൊക്കെ എവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജോലിക്ക് പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെളിയിലെ രാജ്യത്തുള്ള ആൾക്കാർ എല്ലാവരും സ്മാർട്ട് വർക്കാണ്. അവർ സ്മാർട്ട് വർക്ക് വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഇത് ചൂസ് ചെയ്തിട്ട് നേരെ ഇത് ഓക്കെ കൊടുക്കാൻ പോകണം. അപ്പോൾ ഇത് ഓക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ കവർ പേജ്, യൂസ് ദിസ് കവർ പേജ്. നമുക്കപ്പോൾ അവിടെ നിന്ന് എന്താണ് ഈസി ആയിട്ട് കവർ പേജും കിട്ടി. അപ്പോൾ നമുക്ക് ലിങ്ക് കിട്ടി, ഒരു വെബ്സൈറ്റ് കിട്ടി, കവർ പേജ് കിട്ടി, എല്ലാ കാര്യങ്ങളും കിട്ടി. ഇതിന്ന് സെയിൽസ് ചെയ്യുന്നതിൻ്റെ ഒരു കമ്മീഷൻ ഈ ഒരു ബുക്ക് കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം എടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്രണ്ട് കവറും ബാക്ക് കവറും ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഈ ഒരു ഇത് യൂട്ടിലൈസ് ചെയ്യുക. എനിക്ക് ഇങ്ങനെയുള്ള ഐഡിയ ആണ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം എളുപ്പമാക്കാൻ പറ്റും അത്രത്തോളം എളുപ്പമാക്കാനാണ് എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ നമ്മളിത് സ്വയം നിന്നിട്ട് എനിക്കിതൊന്നും ക്ഷമയില്ല, എനിക്കിതൊന്നും വയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്കിതിൽ ക്ഷമയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, എനിക്കിവിടെ ഒരു കവർ പേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ട് താഴോട്ട് വന്നു പറഞ്ഞാൽ എനിക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് ഇ ബുക്ക് സെൽ ബിറ്റ്വീൻ 9 to 49 എന്നുള്ളൊരു കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, അനദർ ക്രിയേറ്റ് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കാശ് കൊടുക്കണം. അപ്പോൾ ഈസി ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ് എന്തായാലും കൊടുക്കണം. അതിനൊരു ചെറിയ പ്ലാനും പ്രൊഡക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അപ്ഗ്രേഡിങ് ഓപ്ഷൻ കൂടി നമുക്ക് എടുത്ത് നോക്കാം. മന്ത്ലി $19 ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു $19 നമുക്ക് 10 പ്രൊഡക്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റും. 4 പ്രൊഡക്റ്റ് ടൈപ്പാണ്. അതേപോലെ തന്നെ PDF എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അത് ക്രിപ്റ്റോ ഉപയോഗിച്ചിട്ട് ഒരു പേയ്മെൻറ്റ് ചെയ്യുക എന്ന് വേണ്ടിയുള്ള ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ $33 വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 40 പ്രൊഡക്റ്റ് ഒരു മന്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സെല്ല് ചെയ്ത് വന്നു, ഇല്ലെങ്കിൽ ഒരു പേജ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ഗംറോഡിൽ കൊണ്ടൊന്ന് സെല്ല് ചെയ്തു. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക, എന്ത് ഡൗട്ടാണെന്ന് പറയുക. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എനിക്കൊക്കെ വേറൊരു ജോലി ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ഉള്ള കാരണം എനിക്കിതിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മാക്സിമം രാത്രിയൊക്കെ ഒരു ലാപ്ടോപ്പൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് സെർച്ച് ചെയ്യുക, ഇതിനെപ്പറ്റി അന്വേഷിക്കുക, അതിനെപ്പറ്റി പഠിക്കുക. ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. നല്ല നല്ല ഐഡിയകളും പുതിയ ഇങ്ങനെയുള്ള സ്കീമുകളും മണി ഏണിങ് കാര്യങ്ങളും എയർ ഡ്രോപ്പും എല്ലാം നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.